എൻ്റെ കഥയാണിത്. പക്ഷേ ഈ കഥ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നിങ്ങളുടെ കഥയാണെന്ന്. സാരമില്ല, ഇത് നമ്മുടെ കഥയാണ്. നീയേ എറണാകുളത്ത് പോയി 6 കൂടെ കിടന്ന് സൂയിക്കോടി. എനിക്കറിയാം നീ എവിടെ കിടന്ന് കാണിക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്താ? നിന്നെ പോലെ തേവടിച്ചുകളുടെ കൂട്ടത്തിലല്ല എന്റെ മോൻ വളരേണ്ടത്. നിനക്ക് അഴിഞ്ഞാടി നടക്കാം, പക്ഷെ എന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ കൂടെ ജീവിക്കണായിരുന്നെങ്കിലേ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാനൊന്നും പറ്റത്തില്ല. മര്യാദക്ക് എന്റെ കൂടെ പറയണത് അനുസരിച്ച് ജീവിക്കാൻ പറ്റണമായിരുന്നു. നീ ഇപ്പൊ വേറുള്ളവന്മാരുടെ കൂടെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഇല്ല. നീ കൂടുതലൊന്നും പറയണ്ട. നീ അവിടെ പേപ്പർ വന്നിട്ടില്ലേ ഡിവോഴ്സിന്റെ? അതങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തേക്കട്ടാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ മോനെ ഞാൻ നോക്കിയോളാം. നിനക്ക് കാശ് ചോദിച്ചാ പ്രശ്നം, എന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് പ്രശ്നം. പിന്നെ നിനക്ക് എന്തടി വേണ്ടത്? നിനക്ക് കണ്ടവന്റെ ഒക്കെ കൂടെ അഴിഞ്ഞാടാം. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ പൊട്ടനായിരിക്കണം. എടി എടി നാണം ഉണ്ടടി നിനക്ക്? നാണം നാണം എന്ന് പറഞ്ഞ 2 അക്ഷരം ഉണ്ടെങ്കിലുണ്ടല്ലോ. നീ എന്റെ കുഞ്ഞിനെ തന്നിട്ട് എനിക്ക് ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് തന്നിട്ട് നീ എവിടെയെങ്കിലും പോയി തൊലയി. ഒന്നുമില്ല ഒന്നുമില്ല. ഹലോ 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 ഓക്കെ. ഹലോ കട്ട് ചെയ്തോ? വലുതല്ലെങ്കിലും ഒരു മാന്യമായ ജോലി. പക്ഷേ അത് മാത്രമല്ലായിരുന്നു അയാളുടെ പ്രശ്നം. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങളും പ്രതികരിച്ചിട്ടുണ്ടാവും. നിനക്കെന്തൊരു പറഞ്ഞ മനസ്സിലാവില്ല. ഇനി തൊട്ടു പോകരുത്. നിങ്ങൾ ദൂരത്തിന് വേണ്ടി എല്ലാം കൊണ്ട് നശിപ്പിച്ചു. ഇനി ആകെയുള്ള ആ വീടും പറമ്പോ അത് ഞാൻ തരില്ല. നിനക്ക് നിന്റെ കൊച്ചിന് ചെലവിന് തരുന്നുണ്ട് ദൂർത്ത്. എനിക്കും എന്റെ കൊച്ചിനും ചെലവിന് തരുന്നതോ? നിങ്ങൾ നിങ്ങളുടെ എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നാണ്. സമാധാനം എന്ന വാക്ക് എന്നിൽ നിന്നും അകന്നു തുടങ്ങിയിരുന്നു. ഇത് പോരാട്ടമല്ല, അതിജീവനമാണ്. എനിക്കും ജീവിച്ചേ പറ്റൂ.
ഇവിടെ ഉണ്ടായിരുന്നോ? ആ വന്നോ? ആ, നേരത്തെ എത്തിയോ? ആ നിങ്ങളെ പോലെയല്ലോ, വെയിലൊക്കെ കൊണ്ട് നല്ല തലവേനുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞോ? ആ, ദേ വരുന്ന വഴിയാ. ആ ചായ അടിക്കട്ടെ? ആ, എടുത്തോ, ഞാനത് ഫ്രഷ് ആയിട്ട് വരാം. ആ ഓക്കെ. ഹലോ. ആ മോളെ, ആ അമ്മേ. എങ്ങനെയുണ്ട് മോളെ? ഓ കുഴപ്പമില്ല അമ്മേ, നടപ്പല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. മോളുടെ വെയിലൊക്കെ അല്ലേ. കൂടെ താമസിക്കുന്നവരൊക്കെ എങ്ങനെ? കുഴപ്പമില്ല അമ്മേ. സഹകരണമൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? ഓ കുഴപ്പമില്ല, നീ നല്ല പോലെ. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ആ കഴിക്കുന്നുണ്ട് അമ്മേ. അവനെന്തേ? അവൻ നേഴ്സറി പോയിട്ട് വന്നിട്ടില്ലടാ. വിളിക്കാൻ പോണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിളിക്കാൻ പോണം. നിന്നെ എപ്പോഴും തിരക്കും. ഓക്കെ. അധികം നാളായില്ലല്ലോ വിട്ടു നിന്നിട്ട്. ആഗ്രഹം ഉണ്ടായിട്ടാണോ അമ്മേ? നിനക്കെന്നാ വേറെന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? ഇല്ലമ്മേ, സാറ് പറഞ്ഞത് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയോണ്ടാ കുറച്ച് കഴിയുമ്പോൾ നല്ല സാലറി വരുമെന്നാ പറഞ്ഞേ. അതിന് നിന്നോണ്ട് തന്നെ വേറെ എന്തെങ്കിലും നോക്ക്. വെയിലത്തൊക്കെ പോയി എൻ്റെ കുഞ്ഞാകെ ക്ഷീണിക്കും. പിന്നെ അഖിലേഷ് വിളിച്ചായിരുന്നു. അമ്മ എന്തിനാ അയാളുടെ അത് കോൾ പിന്നെ എടുക്കുന്നത്? കുഞ്ഞിനെ കാണണം, കൊണ്ടേ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവന് വിളിച്ചെപ്പോഴും ശല്യ. അമ്മ അയാളെ കൊണ്ട് കാണിക്കോ ഇല്ലയോ എന്തെങ്കിലും ചെയ്യാം, എന്നെ വിളിക്കരുന്ന് പറയണം. ആകെ ശല്യ. ഡിവോഴ്സ് കൊടുക്കാത്തത് എന്റെ കുഴപ്പമാണോ? നീ അവനെ നമുക്ക് കൊടുത്തേക്കും മോളെ, ശല്യം ഒഴിവാവൂലോ. മടുത്ത്. എന്നാ ഞാൻ വെക്കട്ടെ, നേരത്തും കാലത്തും വലുതും കഴിച്ചോളണ്ടേ മോളെ. ഇവിടെ നിന്ന് കളിക്കാതെ അകത്തോട്ട് പോടാ. പോ പോ പോ. പോവാൻ. ചെല്ലു പോരെ, അകത്ത് പോ. എടാ അകത്ത് പോയി കളിക്കടാ. എനിക്ക് തരൂ ബോള്, എനിക്ക് തരൂ ബോള്, എനിക്ക് തരൂ ബോള്. താ. അവിടെ നിന്നാ മതി കേട്ടോ. എന്നാ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം പോലും കൈകൊണ്ടെടുത്ത് കുടിക്കത്തില്ല. അമ്മ ഞാനൊരു പണിയിലല്ലേ. എപ്പോഴും നിനക്ക് പണിയാണല്ലോ. ആ പണി ചെയ്യുന്ന സമയത്ത് നിനക്ക് അവനെ വിളിച്ചാലുണ്ടായിരുന്നു. എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. എല്ലാം എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് സ്വന്തമായ ഒരു ജോലി, അത് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അയാളുടെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കും.
വലുതല്ലെങ്കിലും ഒരു മാന്യമായ ജോലി, അത് നേടിയെടുക്കുന്നവരെ എനിക്ക് വിശ്രമമില്ലായിരുന്നു. technique வந்து இதே நீங்க ஃபாலோ பண்ணு. It's very easy. So I'm going to do the technique with Gayatri, where I'm going to hold a hand over here and she's going to do the step as I narrate them. Okay, so step number 1, whichever hand I'm holding, she steps that leg forward, right, like that. Step number 2, she squats down a little bit to make sure her elbow comes below her wrist over here. Step number 3, she gets her elbow towards the sky. That makes my grip very weak and her hand free. கை புடிச்சா எப்படி எஸ்கேப் ஆகுதுன்னு பாத்தீங்க. ஒரு வேற ரெண்டு கையில புடிச்சாங்கன்னா அப்ப எப்படி எஸ்கேப் ஆகுங்க? எப்படி எஸ்கேப் ஆகும்? Okay, so இப்போ ரெண்டு கையில பிடிக்கிறவங்க first make a fist and then grab your own fist and now காலை முன்னாடி வச்சிட்டு same steps as the previous one, squat down, up and pull. ஸோ இந்த கையை வந்து நான் ஏன் யூஸ் பண்றேன்னா, இதை என்னால புல் பண்ண முடியாதுல்ல. ஸோ இந்த கையை வச்சு இப்படி நான் இழுக்கிறேன் பேசிக்லி, அவ்வளோதான். സെക്കൻഡ് നമ്മൾ என்ன ടെക്നിക് பார்க்க போறோം? നമുക്ക് തനി നാടൻ രീതിയിലുള്ള നല്ലൊരു കോഴിക്കറി തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് പണ്ടുണ്ടാക്കി തന്നിരുന്ന കറികളിൽ പ്രധാന ഒരു മസാല ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. പഴമ ഉണർത്തുന്ന ഒരു രുചിയിൽ കൂടെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഹലോ, ആ ഞാൻ വീട്ടിലുണ്ടടാ. നീ എവിടെ വരെയായി? ആ ആ ഓക്കെ, ശരി ശരി. ആ ശരിടാ. കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. ചോറിന്റെ കൂടെയാണെങ്കിലും അപ്പത്തിന്റെ കൂടെയാണെങ്കിലും പുട്ടിന്റെ കൂടെയാണെങ്കിലും പിന്നെ പൊറോട്ടയുടെ കൂടെയാണെങ്കിലും ഒട്ടും പുറകിലല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ രുചികരമായിട്ടുള്ള പഴമുണർത്തുന്ന നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ആ കോഴിക്കറിയുടെ പാചകമെന്ന് നോക്കി വന്നാലോ. തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ കഴുകി നല്ലപോലെ വെള്ളമെല്ലാം ഊറ്റി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. തൽക്കാലം നീ അവിടെ കയറ്. ഇപ്പം നിനക്കൊരു ജോലിയല്ലേ ആവശ്യം? എൻ്റെ അത്യാവശ്യം അറിയാവുന്ന 3-4 ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സംഭവം ഒരു ഡോർ ടു ഡോർ സെയിലാണ്. ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനിയാണ്. പിടിച്ച് നല്ല പറ്റൂ. അത് കഴിയുമ്പോൾ നമുക്ക് വേറെ നോക്കാം. വേണോടാ, എന്തായാലും ഇവിടുന്ന് മാറിയേ പറ്റൂ. കല്യാണം കഴിച്ചു വിട്ടാൽ പിന്നെ സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും ഒരു വില ഉണ്ടാവില്ല. എനിക്കൊരു ജോലി ആവശ്യം, ഏതാണേലും. എനിക്ക് സമ്മതം. നീ വിഷമിക്കാതെ. അമ്മയ്ക്ക് വിഷമമുള്ളതുകൊണ്ട് പറയുന്നതല്ലേ? ഇല്ലടാ, എന്തായാലും എനിക്കിവിടുന്ന് മാറണം. എനിക്കിവിടെ പറ്റുന്നില്ല. ഒന്നുമില്ലേലും നിനക്ക് വേറെ സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ. ഈ വീട് നിനക്ക് തന്നെയുള്ളതല്ലേ? എനിക്കറിയാടാ. അമ്മയാണെങ്കിൽ എപ്പോഴും അയാളുടെ കൂടെ പോകാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുക. വേണ്ടി വന്ന അയാൾക്ക് വേണ്ടി ഈ വീട് വെക്കാൻ പോലും അമ്മ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീട് മാറാമെന്ന്. അവിടെയാവുമ്പോ ഞാനുണ്ടല്ലോ. നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവും, അതെനിക്കുറപ്പാ. പോടി അവിടുന്ന്. അല്ലടാ, എന്തായാലും ഞാൻ നിനക്കൊരു ബാധ്യതയാവും. കാരണം എനിക്ക് അവിടെ വേറെ ആരെയും അറിയില്ലല്ലോ. അത് പേടിക്കണ്ട. ആ ഹോസ്റ്റലിൽ ഫുൾ എൻ്റെ കമ്പനിക്കാരാ.
തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്. നീ ആ ഹോസ്റ്റലിലേക്ക് ചെല്ല്. അവിടെ ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ പേയ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. കണക്കൊക്കെ നീ പിന്നെ സെറ്റിൽ ചെയ്താൽ മതി. ഓക്കേടാ, താങ്ക്സ്. താങ്ക്സ് ഒക്കെ നീ കൈ വെച്ചാൽ മതി. ഞാൻ ഇറങ്ങാം. ആ ആ പറയടി. ആ എടാ, ഞാൻ നാളെ രാവിലെ തന്നെ ഇറങ്ങൂട്ടോ. നീ അവിടെ ഉണ്ടാവില്ലേ? അയ്യോ ഡേ, നാളെ നിന്നെ ഞാൻ അവിടെ ആക്കിത്തരാം. എനിക്കത് കഴിഞ്ഞ് ചെറിയൊരു വർക്കുണ്ട്. സാരമില്ല, നാളത്തേക്ക് നീ ഒറ്റയ്ക്കൊന്ന് നോക്ക്. എടാ, ഞാനെങ്ങനെയാടാ ഒറ്റയ്ക്ക്? എനിക്കറിയാൻ പാടില്ല. കുഴപ്പമില്ല, നാളത്തേക്ക് നീ അവിടെ പോകുന്നു, അവിടെ ജോയിൻ ചെയ്യുന്നു, അപ്പോയിൻമെന്റ് ലെറ്റർ മേടിക്കുന്നു, പോരുന്നു. അവിടെ ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാലും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് പോയിട്ട് വന്നേ. അപ്പം ഞാൻ വയ്ക്കുകയാണേ. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ശരി, ഗുഡ് നൈറ്റ്. നീ കയറിക്കോ. അപ്പോൾ വർക്കുള്ളതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അർജൻറ്റ് വർക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പൊക്കോട്ടെ. ഓക്കെ. May I come in, sir? ആ വരൂ. ആ ഇരിക്കൂ. നേരത്തെ എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ നാട്ടിൽ ഒരു ഷോപ്പിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങളിവിടെ മാർക്കറ്റ് ചെയ്യുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്, അറിയാലോ. ഓക്കെ സർ. ഓരോ വീടും കയറി ഇറങ്ങി വീട്ടമ്മമാരെ ചാക്കിലാക്കണം, അതാണ് തൻ്റെ ജോലി. ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങാത്ത വീട്ടമ്മമാരില്ല, അറിയാലോ. നമ്മുടെ പ്രോഡക്ട്സ് കൊണ്ട് വെളുക്കാം, മുടി വളർത്താം. എന്തൊക്കെ പറഞ്ഞാലും മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ സമ്മതമാണെങ്കിൽ യു ആർ അപ്പോയിന്റഡ്. ഓക്കെ സർ, താങ്ക് യു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ.
ആ അമ്മേ, ആ മോളെ പറയൂ. ജോലി ശരിയായിട്ടോ? അപ്പൊ നാളെ മുതൽ പോണായിരിക്കൂലേ? ആ, നാളെ മുതൽ ജോയിൻ ചെയ്യാം. നീ ഇത് അവനെ വിളിച്ച് പറഞ്ഞോ? ആ, പറയാം. അപ്പൊ നീ ഇനി ഹോസ്റ്റലിലേക്ക് പോവാണോ? ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണേ, ഞാൻ വിളിക്കാം. ശരി മോളെ. ആ. ആ എവിടാ? പറയടാ. ആ എന്തുവാടാ ഇത്? നീ 5 മണിക്ക് വരാന്നല്ലേ പറഞ്ഞത്? എടാ ഞാൻ വന്നോണ്ടിരിക്കുക. എടാ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഓക്കെ അല്ലേ? ആ എടാ നമ്മുടെ പറമ്പൂരിലെ പ്രസാദിനെ വിളിച്ചിട്ടുണ്ട്. ആ, പക്ഷെ ഞാൻ 1/2 ലിറ്റർ മേടിച്ചിട്ടുള്ളൂ. എടാ സോഡ, മിച്ചർ, പഴം എല്ലാം റെഡിയാ. നീ പെട്ടെന്ന് വാ. ആ ഞാൻ ദേ പെട്ടെന്ന് ഇറങ്ങാം. സോഡയും ടച്ചിങ്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ. ആ എടാ പിന്നെ അതേ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ആ അതെന്താണെന്ന് നീ വന്നിട്ട് പറയാം. എന്താടാ പറയടാ. പറയില്ല. നീ ഇങ്ങോട്ടല്ലേ വരുന്നത്, അപ്പൊ പിന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ? ആ എടാ പറയടാ, എന്താ കാര്യം? നീ പറ, എനിക്ക് സമാധാനത്തോടെ അങ്ങോട്ട് വരാമല്ലോ. ആ എന്നാ ഞാൻ വേഗം വരാം. ശരി. യേസ്, എല്ലാം ഇവിടെ ഉണ്ട്. എടാ പ്രസാദേ, ഇന്നും അവന് ഊമ്പിക്കുവോ? ഇന്ന് ഊമ്പിക്കാൻ സാധ്യതയില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അത് വരുമെന്ന് എനിക്കറിയാലോ. ഇന്ന് ഊമ്പിച്ചാവും വിവരം അറിയും. എങ്ങനെ? ഇന്ന് വരട്ടവൻ. ഇന്ന് വരുമാനം കാണിച്ചു. അല്ലേ? അല്ലതേ വന്നല്ല. വാ വാ വാ, ഇരിക്കുന്ന. ആ വെച്ചോ. ആ ദേ ഇന്നും മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിരിക്കുക. എന്നാലേ നിങ്ങൾ മൂഞ്ചണ്ട. തമാശ ആ എടാ നീ സോഡയെന്ന് പൊട്ടിക്ക്. ഒരു ഓപ്പണറെ തിരക്കിടക്കായിരുന്നു. പ്രസാദ് പൊട്ടിക്കണ. എന്തായി പോയ കാര്യങ്ങളൊക്കെ എന്തായി? ഓ എന്നാ പറയാനാ. ഓക്കെ, സോഡ ഒരെണ്ണം പൊടിച്ചാൽ മതിടാ. ഞാൻ വെള്ളത്തിലാ. ഒഴിക്കട്ടെ? ആ അതെ, ഇതെന്താ ഈ മൂന്ന് ഗ്ലാസ്? അതെ, അടിച്ച് കഴിഞ്ഞ് ഏത് ഗ്ലാസ്സിൽ അടിച്ചെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. കൊറോണയെ പേടിച്ചിട്ടാണ്? അല്ല, ഞാനേ കൊറോണയെ പേടിക്കുന്നു, അതുകൊണ്ടാ. എന്നൊഴിക്കട്ടെ? ഒഴിയുടെ കാര്യത്തിൽ പിന്നെ ആശാന. അത് നമുക്ക് അറിയാലോ. ആ അടിക്കുന്ന കാര്യത്തിൽ നീയണ ആശാൻ. കൗണ്ടർ അടിക്കാൻ മിടുക്കാണ് കേട്ടോ. പക്ഷെ 2 അടിച്ചു കഴിഞ്ഞാൽ പറയുന്ന കൗണ്ടർ വീട്ടിൽ പോയി ഭാര്യയുടെ മുമ്പിൽ പോലും പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി തെറിയാ. വെള്ളം ഒഴിക്കണടാ. നിനക്ക് വെള്ളമല്ലേ? നിനക്കും വെള്ളമല്ലേ? എനിക്ക് സോഡയിലും വെള്ളമായാലും മതി. ഇനി സോഡയും കൂടി ഒഴിക്കും. നിനക്ക് കണ്ണൊന്നും കാണാമല്ലോ. അടിക്കും മുമ്പ് കണ്ണു പോയോ? ഇത് ആരും എടുത്തോണ്ടൊന്നും പോകത്തില്ലടാ. നീ പതിയടിക്ക്. എന്റെ ദൈവമേ. എന്തുവാടേ നിങ്ങൾ പഠിക്കുന്നില്ലേ? ഓ നിന്റെ അടി കൊണ്ട് ഇരുന്ന് പോയതാടാ പോവേ. ഓ നീ എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു? ആ തുടങ്ങിയല്ലേ ഉള്ളൂ. നീ എന്തിനാ ധൃതി വെക്കുന്നത്? സാധനം ഇരിക്കുകയല്ലേ. നീ ഓടിപ്പോകാനൊന്നും പോകണില്ലല്ലോ.
താനടിക്ക്, അത് ഞാൻ പറയാം. എടാ നീ കാര്യം പറ, ഞാനിത് എവിടെ നിന്ന് ഓടിപ്പിടിച്ച് വന്നതെന്നറിയാവോ? എടാ പറഞ്ഞു കൊടുക്കണ ഗുണമുണ്ട്, പക്ഷെ നിനക്കല്ല. പിന്നെ അതെന്ത് കാര്യം? നീ കാര്യം പറ. നിനക്ക് പണ്ട് മുതലുള്ളതാണ് ഈ കോണാത്തിലെ പരിപാടി. മനുഷ്യനെ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ഉരുട്ടിയിടുന്ന സ്വഭാവം. അത് ആദ്യം നിർത്തിക്കോ. ഞാനീ പാഞ്ഞു പിടിച്ച് വന്നത് വീട്ടിലെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ്. അതെനിക്കിപ്പോൾ എന്തോരം കാശ് കിട്ടിയാലും മതിയാവില്ല. അതിനെന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത്. മനസ്സിലായ? നിന്റെ പെണ്ണുമ്പിള്ള എവിടെ? അവളെ അവളുടെ വീട്ടിലാ. അവളെവിടെയാന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ അവളുടെ വീട്ടില്. എന്നാലേ അവളുടെ വീട്ടിലില്ല, അവൾ എറണാകുളത്താ. ആ എടാ, നിന്റെ മൂക്കിന് തുമ്പിത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്കറിയത്തില്ല. എടാ, ഞാൻ ഇന്നലെ ഓട്ടം പോയപ്പോഴേ അവിടെ ഒരു സുന്ദരൻ പയ്യൻ, മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ചുള്ള ചെക്കൻ്റെ പുറകില് നല്ല സുഖിച്ച് അങ്ങ് പോകുക. എടാ എന്നിട്ട് എവിടെ വെച്ചാ നീ കണ്ടേ? പറയടാ. നിനക്കേ പല കാര്യങ്ങളും അറിയാലോ, തെളിച്ച് പറയണം. നീ എന്തിന്റെ പേരിലാ ഭാര്യ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു? അത് കാശില്ലാത്തോണ്ട്. ആ, നിനക്ക് കാശിന്റെ പ്രോബ്ലം. എന്നാലേ അവൾക്ക് അതല്ല പ്രോബ്ലം. അവൾക്ക് ആവശ്യമുള്ളത് നിന്റെ കയ്യിലില്ല. അവൾക്ക് ആവശ്യമുള്ളത് കിട്ടുന്നിടത്തേ അവള് പോകും. അതവൾക്ക് കിട്ടുകയും ചെയ്യും. അതിനുള്ള കണ്ടത്. എടാ നീ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു മുടി വളർത്തിയ പയ്യൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റി. അവന്റെ പുറകിൽ വെച്ച് ഒരസി 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 രണ്ടുപേരും കൂടി സുഖിച്ചങ്ങ് പോകുക. ഞാൻ കണ്ടതാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അവളെ വിളിച്ചങ്ങോട്ട് ഉണ്ടാക്കിക്കൊള്ളണം. എടാ, ഇതൊക്കെ ഇപ്പോഴല്ല തീരുമാനിക്കേണ്ടത്, അതൊക്കെ ഞാൻ നോക്കാം. നേരത്തെ തീരുമാനിക്കണമായിരുന്നു. ഒരു കുടുംബം തകർത്തപ്പോ നിനക്ക് തൃപ്തിയല്ലടാ. കുടുംബം തകർത്തന്നാ? പിന്നെ ഓൾറെഡി തകർത്തിരിക്കുന്ന ഒരു കുടുംബം. ഞാനായിട്ട് ഇനി എന്നാ തകർക്കാനാ? അളിയോറിന് അടിച്ചേ. ഈ പാപം കൂടി ഞാൻ അനുഭവിക്കണല്ലേ? ആ, കൊന്നാ പാപം തിന്നാ തീരുന്ന അളിയോർണം വലിയ. ആരെങ്കിലും ഒരെണ്ണം മേടിച്ചു കഴിച്ചാൽ ഓടിത്തൊലിച്ച് വന്നോളൂ. നീ എന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാടാ. മതി മതി, ഇങ്ങോട്ട് വാ. ബാക്കി സാധനം ഇരിക്കുന്നു, അടി ചേർത്തിട്ട് പോകണ്ടതാ. ഇനി വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. അല്ല പിന്നെ എനിക്ക് ഇച്ചിരി കൂടുതൽ കുഴപ്പമുണ്ടോടാ? ആ, അവന് സോഡയാണല്ലേ വേണ്ടത്. മുണ്ടച്ചി മുള പിടിച്ചിട്ട് കിട്ടുന്നില്ല. എന്താടാ? കാര്യം പറയടാ. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്?
എന്തായാലും അവളുടെ വീടും പുറമ്പും നിനക്ക് കിട്ടത്തില്ല. അവളാണിപ്പോ വേറെ ആൾക്കാരുടെ കൂട്ടത്തിലും. ഇനി ഞാനൊരു മാർഗം പറഞ്ഞുതരാം. നീ അവളെ ഡൈവോഴ്സ് ചെയ്യടാ. വക്കീലന്മാരെ നല്ല പടപടപ്പം നമ്മുടെ കൂടെ ഉണ്ട്. അല്ല ഇനിയിപ്പോ നിനക്ക് നല്ല പെണ്ണിനെ കിട്ടില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എടാ നല്ല കാശുകാരത്തിൽ പെണ്ണിനെയും കെട്ടി ഡിവോഴ്സും ചെയ്ത് നിന്റെ കൊച്ചിനെയും തിരിച്ചു വാങ്ങി നല്ല ബിസിനസ്സും ചെയ്ത് അല്ല അടിച്ചു പൊളിച്ച് ജീവിക്കടാ. കണ്ടോ തിന്ന സാധനം തിന്നോണ്ട് ജീവിക്കണമെന്ന് നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? നിർത്തിക്കോ. നീ ഇപ്പൊ പറയണതേ എന്റെ കൊച്ചിന്റെ തള്ളേനെ പറ്റിയാ. നീ അധികം പറഞ്ഞ് കയറി പോവല്ല നീ കേട്ടാ. എടാ നീയൊക്കെ എത്ര പറഞ്ഞാലും നന്നാവില്ല. അലഞ്ഞി തിരിഞ്ഞെടുക്കണ പട്ടിക്ക് പ്ലാസ്റ്റിക് കടലാസ് കിട്ടിയാലും മതി, അതങ്ങ് നാക്കി തിന്നോളും. അതാ നീ. നിർത്തണ നീ. എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞോണ്ട് സംസാരിക്കണം പട്ടി. നീ സംസാരിക്കുന്നതേ എന്റെ കൊച്ചിന്റെ തള്ളനെ കുറിച്ചാണ്. അത് ഓർത്തു. അതേടാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാശിയുടെ മോനെ ഇനി എന്റെ വീട്ടിൽ കയറി പോരുത്. നിന്റെ അഭിസാരിക ഭാര്യ കഴിച്ച കുറ്റത്തിന് ഞാൻ സമാനം പറയണോ പട്ടി? ടേബിൾ മാനേഴ്സ് നിങ്ങൾക്ക് അറിയത്തില്ലയോ? എത്ര പ്രാവശ്യം പഠിപ്പിക്കണം തന്നെ? മോനെ ഈശോ അപ്പൊ കോപിക്കും. നിനക്ക് ടേബിൾ മാനേഴ്സ് അറിയത്തില്ലേ? എത്ര തവണ പഠിപ്പിക്കണം തന്നെ? എന്തുപറ്റി? ഒന്നുമില്ല. നീ കാര്യം പറ. എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം ആയതുണ്ടല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. കുറച്ച് ടൈം താ. എന്നാ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ഉണ്ടാക്കുകയായിരുന്നല്ലേ?
നിക്കണവിടെ. പുല്ലുടി നിന്നെ. ചക്കിയായിരുന്നല്ലേ? വിടില്ലടി ഞാൻ നിന്നെ. പറയടി. ഏതാണ് അവൻ? എന്താടാ നീയോട് കൂടി എനിക്കിട്ട് ഉണ്ടാക്കായിരുന്നല്ലേ? നീ വാ. നീ വാ. ഓക്കേടാ, ബൈ. ബൈ. അത് ഞാൻ ഷൂവിൻ്റെ അകത്ത് വെക്കാം.
തനിക്കറിയോ എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ വേറെ വിവാഹം കഴിക്കാൻ ചെന്നറിയോ? എൻ്റെ മോനെ ഓർത്ത. എൻ്റെ ഇപ്പോഴത്തെ ദുഃഖവും എൻ്റെ ഇപ്പോഴത്തെ സന്തോഷവും എല്ലാം എൻ്റെ മോൻ തന്നെയാണ്. ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ, എല്ലാം ശരിയാവും. ഡോ, എൻ്റെ കാലം കഴിഞ്ഞാലേ എൻ്റെ മോൻ്റെ ഗതി എന്താവുന്ന ഓർത്താണ് എനിക്കിപ്പോൾ വളരെ സങ്കടം, അറിയോ? എന്താ ഇത്? എന്താ മോനെ ഇത്? വിട്, വിടാൻ. വിട മോനെ. എന്താ മോനെ ഇത്? വിടാൻ. ഈശോപ്പച്ചൻ തല്ലുവെച്ച് തരുണ്ടോ? ഈശോപ്പച്ചൻ ശിക്ഷിക്കും കേട്ടോ. ചീത്ത കുട്ടികളല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നല്ല കുട്ടിയായിട്ട് ഇരിക്കണ്ടേ? ചീത്ത കുട്ടികളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഈശോപ്പച്ചൻ അടിവെച്ച് തന്നാലുണ്ടല്ലോ. ഹലോ. ഹലോ. ഹലോ സാർ. എങ്ങനെ പോകുന്നു? ഞാൻ വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട് കണ്ടിന്യൂസ്ലി, പക്ഷെ ആരും മേടിക്കുന്നില്ല. അതൊക്കെ കൊള്ളാം, വെറുതെ നടന്നിട്ട് കാര്യമില്ല. എല്ലാ മാസവും ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിലേ ഞാനങ്ങ് പറഞ്ഞ് വീട്ടിൽ വിടും. ഓർമ്മയുണ്ടായ കൊള്ളാം.
മോനെ എന്താ അവിടെ? മോനെ ഈ ചെറുക്കന്റെ കാര്യം. മോനെ അയ്യോ മോനെ, അയ്യോ മോനെ, മോനെ അയ്യോ ഇതെന്ത് പറ്റി മോനെ? എഴുന്നേക്ക് മോനെ, എന്ത് പറ്റിയടാ? അയ്യോ മോനെ, 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 അയ്യോ മോനെ എണീറ്റേ, എഴുന്നേക്ക്, എണീറ്റേ മോനെ, കണ്ണു തുറന്നേ മോനെ. അയ്യോ എന്റെ ദൈവമേ എന്ത് ചെയ്യും? മോനെ, മോനെ എണീക്ക്, എണീറ്റേ, എണീറ്റേ, എന്ത് പറ്റി നിനക്ക്? മോനെ എഴുന്നേറ്റേ, എണീക്ക്, എഴുന്നേക്ക്. ഡീ ഞാനൊന്ന് ഉറങ്ങാൻ പോവാം. നൈറ്റ് മൊത്തം കോളമായിരുന്നു. നീ പോകുമ്പോഴേ ആ കീ ഒന്ന് പുറത്ത് വെച്ചേക്കണേ. അത് മീര വരുമ്പോൾ എടുത്തിട്ട് കയറിക്കോളും. സാർ ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. സാറിന് ഇഷ്ടപ്പെട്ട മേടിച്ചാൽ മതി. ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ മോയ്സ്ചറൈസർ. ഇതാണ് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ സാധാ പറഞ്ഞ പോലെ ജെന്റ്സ് ലേഡീസ് അങ്ങനെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിന് ശരിക്കും നമ്മുടെ മാർക്കറ്റിൽ 900 രൂപയാണ് വില. അതുകൂടാതെ പിന്നെ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നാണ് മെയിനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നോർമൽ സ്കിന്നും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു സംഭവം ഉണ്ട്, അതായത് നമ്മുടെ സൺസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും വെയിലത്ത് ഇറങ്ങുന്ന ആളാണ്. സാറ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാം, ഉറപ്പായിട്ട് ഇത് മേടിക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ SPF 50 ഉണ്ട്. അപ്പോൾ സൺ റേഡിയേഷന് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് സാറിന് മേടിക്കാവുന്നേ ഉള്ളൂ. വലിയ റേറ്റ് ഒന്നും ഇല്ല, ഏകദേശം 400 ഉള്ളൂ. അപ്പൊ ഇതെന്തായാലും സാറിന് മേടിച്ചേ പറ്റൂ, കാരണം എന്തായാലും സാറിന് യൂസ് ആവും, പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് സാറിന് പറ്റിയത്. ഇത് മൊത്തം എത്ര പീസ് കാണും? ഇതെനിക്കിനി ഒരു 10-15 പീസ് ഉണ്ട് സാർ. ഇത് മൊത്തം ഞാൻ എടുത്താലോ? എടുക്കൂ. ഇത് മൊത്തം ഞാൻ എടുക്കും. അല്ല, അതൊക്കെ മൊത്തം എടുത്താ എന്താ എനിക്ക് പ്രയോജനം?
മനസ്സിലായല്ലോ? അല്ല, ഇത് മൊത്തം ഞാൻ എടുക്കാം, പക്ഷെ എനിക്കൊരു പ്രയോജനം വേണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അല്ല, പോലെ പോലെ എടോ, ഇതെല്ലാം ഞാൻ എടുത്തോളാന്ന്. ആ പോകല്ലടോ, വരട്ടേന്ന്, എല്ലാം എടുക്കാന്ന്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉപയോഗം വേണ്ടേ? വേണ്ട, വേണ്ടോന്നേ. എവിടെയാ വീട്? അതിന് സാർ അറിയണേ. നമ്പർ ഒന്ന് തന്നിട്ട് പോടോ. അല്ല എടോ, ഫോൺ നമ്പർ താടോ, ഞാൻ വിളിക്കാം. സാർ വിട്ടെ. താൻ പോവാണോ? എടോ, സാധനങ്ങൾ ഞാൻ എടുക്കാടോ. എടോ, പോകാതെടോ, ഇവിടെ നിക്ക്, ഞാൻ വായിക്കാടോ. പോകല്ലടോ. ആശം പിടിച്ചോള് ഫോണെടുക്കാത്ത. ആ, നിനക്കെന്താടി എന്റെ കുളെടുക്കാൻ ഇത്ര താമസം? നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. നീയേ കൊച്ചിയിൽ പോയി കിടന്ന് കണ്ടവനോട് അഴിഞ്ഞാടണമെന്ന് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചാ? കാണാത്ത പറയരുത്. കാണാത്ത പറയരുത്? നീ ഇപ്പൊ ഒരു മുടിവളത്തിന്റെ പറയല്ലേ നടക്കുന്നത്? എപ്പോ നോക്കിയാലും അവന്റെ പുറകെ തന്നെയാണല്ലോ. ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? ആ, അതെ. ഓക്കെ, ആ ശരി നീ. ഓക്കെ, റൈറ്റ്. ഇല്ല, ഒരു സെക്കൻഡ്, പൊളിക്കാവേ. എന്തായിരുന്നു? സാർ, ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി വന്നതാണേ. എന്ത് പ്രൊഡക്ട്സ്? ബ്യൂട്ടി പ്രൊഡക്ട്സാ സാർ. വേണ്ട, താല്പര്യമില്ല, വേണ്ട. അല്ല, ചേച്ചിക്ക് പറ്റിയ പ്രൊഡക്ട്സ് ഉണ്ട്. ചേച്ചിയോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, ജെൻസിന് പറ്റിയതും ഉണ്ട്, കാണിക്കട്ടെ? വേണ്ട, താല്പര്യമില്ല, താല്പര്യമില്ല. സാർ, ഒരു മോയ്സ്ചറൈസർ ക്രീമെങ്കിലും. മോയ്സ്ചറൈസിങ് വേണ്ടെന്നേ, എനിക്ക് വേണ്ട, താല്പര്യമില്ലാത്തതുകൊണ്ടാ. സാർ, നരം മാറാൻ പറ്റിയൊരു ക്രീമുണ്ട്. നരയോ? എനിക്ക് നരച്ചിട്ടില്ലല്ലോ ഇതിന്. അത് പോട്ടെ, എന്താ ഇയാളുടെ പേരെന്താ? സാർ, പ്രൊഡക്ട്സ് ഒന്നും വാങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ പേര് പറയണേ? പിന്നെ എങ്ങനെ തന്നെ അടുത്ത് സാധനം മേടിക്കാനാടോ? നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് എടുക്കാൻ താല്പര്യമില്ല എന്നല്ലേ എന്റെ അർത്ഥം. ഓഹോ, അങ്ങനെയാണല്ലേ? എടീ, നീ എടുത്താലും കൊള്ളാം, എടുത്തില്ലേലും കൊള്ളാം, മര്യാദക്ക് ഞാൻ അയച്ച ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് തരുന്നതാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ എന്റെ മോനെ എനിക്ക് വിട്ടു കിട്ടണം. നീ കേൾക്കുന്നില്ലേ? എത്ര പറയാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ ഡിവോഴ്സ് ഞാൻ തരാം, പക്ഷെ മോനെ ഞാൻ വിട്ടു തരില്ല. എടീ, എന്റെ മോനെ നീ വിട്ടു തന്നില്ലെങ്കിലാണ് എന്റെ സ്വഭാവം നീ അറിയാൻ പോകുന്നത്. എന്റെ തനക്കുണവാതിരം നിനക്ക് അറിയാൻ വൈകിട്ടുണ്ട്. ഈ കണ്ടവന്റെ കൂടെ അഴിഞ്ഞാൽ നടക്കണ നാട്ടുകാർ കാണുന്നുണ്ട്. ഇതെല്ലാം എന്റെ ചെവി കൊണ്ടാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. മര്യാദക്ക് എന്റെ കുഞ്ഞിനെ വിട്ടു തന്നെ. നിന്നെപ്പോലൊരു തേവിടിച്ചിട്ട് കൂടെ അല്ല എന്റെ മോൻ വളരേണ്ടത്. മര്യാദക്ക് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്തോ. ഹലോ ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. പറ. എടീ, ബിസിനസ് തുടങ്ങുന്നത് നമുക്ക് വേണ്ടി തന്നെയല്ലേ? അതിന്
ഇപ്പൊ ഈ പൈസയുടെ ആവശ്യമുള്ളതല്ലേ നിന്നോട് പറഞ്ഞേ. ആ കാട്ടുമുക്കളുടെ സ്ഥലം നമ്മളെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ആ സ്ഥലം കൊണ്ട്? അത് വിറ്റ് ആ കാശ് ഇങ്ങനെ നമുക്ക് തന്ന അമ്മയെ നമ്മൾ നോക്കൂലേ? നമ്മുടെ കൂടെ തന്നെ നിർത്താം അമ്മേനെ നമുക്ക്. എന്നിട്ട് നമുക്ക് നോക്കിയാ പോരെ? ചേട്ടാ അതല്ല, അത് ശരിയാവത്തില്ല. അതെന്താ ശരിയാവാത്തത്? മറിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ ഞാനും എൻ്റെ അമ്മയും വഴിയാധാരാവും. അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ല? അതല്ല, നീ ഒന്നും പറയണ്ട ചേട്ടാ. ഈ ബാങ്ക് ലോൺ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനൊരു സ്ഥലം കയ്യിലിരിക്കുമ്പോ നമ്മൾ എന്തിനാണ് കടം മേടിക്കാൻ പോകുന്നത്? നിന്റെ അമ്മ കാട്ടുമുക്കി കിടന്നിട്ട് എന്ത് കാര്യമുള്ളത്? പണം എന്നുള്ള സാധനം കിട്ടുമ്പോ ആവശ്യത്തിന് കിട്ടുമ്പോഴാണ് അതിന് വിലയുള്ളത്. അല്ലെങ്കിൽ അത് വെറും പേപ്പറല്ലേ? അത് ശരിയാവത്തില്ല. മോനെ അച്ഛൻ വന്നല്ലോ. വാ. അച്ഛൻ എന്തൊക്കെ വാങ്ങിക്കൊണ്ടു? ആ മോൻ വന്നല്ലോ. എന്തുണ്ട്? എന്നാ ഉണ്ടെന്ന്? അച്ഛൻ വന്നല്ലോ. സുഖാണോടാ? മോനെ സുഖാണോടാ? അമ്മ അവിടെ നിന്നേ. ഇവിടെ ഇരിക്ക്, ചോറെടുക്കട്ടെ മോനെ. അമ്മ അവിടെ ഇരിക്കും. ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. അമ്മ ഇരിക്കി. എന്താ മോനെ അമ്മ ഇപ്പൊ ഈ കാട്ടുമുക്കിൽ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? അതെ. ഒരാപത്ത് വന്നാൽ പോലും നോക്കാൻ ആളില്ല. അമ്മ ഞാനൊരു ബിസിനസിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് സാമ്പത്തിക സഹായം വേണം. അപ്പം ഈ സ്ഥലം കൊണ്ട് വിറ്റിട്ട് കുറച്ച് കാശ് ഇങ്ങോട്ട് തരികയാണെങ്കിൽ, അല്ല ഈ ബിസിനസ് രക്ഷപ്പെട്ട അമ്മയുടെ മോൾക്കും കുഞ്ഞിനും തന്നെയല്ലേ അതിന്റെ ഗുണം. മോനെ കാര്യമൊക്കെ ശരിയാ. കാര്യമൊക്കെ പറഞ്ഞതൊക്കെ കൊള്ളാം, ശരിയാണ്. എല്ലാം എന്റെ മോൾക്കുള്ളതാണ്. എനിക്ക് ഇങ്ങനെ ഒരു മോളല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്റെ മരണശേഷം അല്ലാണ്ട് ഈ സ്ഥലം വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കേണ്ട. കാര്യം എന്നെ അടക്കണ്ട ഈ മുറ്റത്ത്. അല്ല ഇപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ആപത്തുണ്ടായ പോലെ നോക്കാൻ ആരുമില്ലല്ലോ. അമ്മ ഒന്ന് ഞങ്ങളോട് താമസിക്കാം. അതൊക്കെ കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഞാൻ എന്റെ മരണശേഷം അല്ലാണ്ട് ഞാൻ ഈ സ്ഥലം കൊടുക്കത്തില്ല. അമ്മ ഞങ്ങളോട് താമസിച്ചോ? എനിക്ക് ആ കാര്യം കേക്കേ വേണ്ട. മോനെ ഞാൻ ചോറെടുക്കട്ടെ. നല്ല മീൻകറി ഉണ്ട്, കഴിച്ചിട്ട് പോയാ മതി. ചേട്ടാ കഴിക്കുന്നില്ലേ? മതിയായി. ഹലോ ചേച്ചി, ഞാനാ രമേശനാ. ചേച്ചി ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എടാ നീ സമാധാനപ്പെട്, ഞാൻ ഇന്ന് തന്നെ ശരിയാക്കാടാ. ആ ചേച്ചി, ഒരാഴ്ചത്തെ കേസല്ലേ ചേച്ചി, എങ്ങനെയെങ്കിലും ഒന്ന്. ഞാൻ ആദ്യം ആ വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ. ഇന്നെന്തായാലും അങ്ങേര് പുറത്തോട്ട് പോവും. നീ എനിക്ക് കുറച്ച് സമാധാനം താ. ചേച്ചിക്ക് അറിയാലോ കാര്യങ്ങള്. തഞ്ചോ തലോ ഒക്കെ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാ. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഞാൻ വിളിക്കുമ്പോഴേ നീ ആ പരിസരത്ത് എവിടെയെങ്കിലും വന്ന് നിന്നാ മതി. നിനക്ക് ഞാൻ ആ സാധനം കൊണ്ട് തരാം. നീ ഒന്ന് സമാധാനിക്ക്. ഒറ്റൊരാഴ്ചത്തെ കാര്യല്ലേ. നീ എന്നെ ശല്യം ചെയ്യല്ലേ, ഒന്ന് മിണ്ടാണ്ടിരിക്ക്. ശരി ചേച്ചി. ഇന്നെങ്കിലും നേരം പോയാ മതിയായിരുന്നു. ഹലോ മോളെ, നമ്മുടെ വൈക്കത്തുള്ള നാരായണൻ വിളിച്ചന്റെ മോടെ കല്യാണമാണ്. മോള് വരത്തില്ലേ? നിന്റെ കല്യാണത്തിന് അവരൊക്കെ വന്നേ കവറൊക്കെ തന്നതാ. അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു മാന്യതയുണ്ട്.
നീ അന്ന് ലീവ് എടുത്ത് വരണം. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നേ? പിന്നെ എപ്പോഴാ പറയുന്നേ? അവര് വിളിക്കുമ്പോഴല്ലേ പറയാൻ പറ്റൂ. എനിക്കിത് മന്തിന്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടില്ല. എന്ത് കുന്തോ ആയാലും നീ വന്നേ പറ്റൂ. കല്യാണത്തിന് പോയേ പറ്റൂ. ശരി ശരി, ഞാൻ വിളിക്കാം. വെക്ക്. എടി മോളെ വെക്കരുത്. വെച്ചോ. ഈ കുന്ത്രാണ്ടോ. ഹലോ ഹലോ ആ ആ ആ ആ ആ ശരി ശരി. ആ മേരി, ഓ എന്നാ സാറേ? എനിക്കിന്നൊരു മരിപ്പുണ്ടേ, ഞാൻ പുറത്തു പോവാ. പിന്നെ കുഞ്ഞൊറ്റയ്ക്കുള്ളേ, നോക്കിക്കൊള്ളണം. ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ പോകരുതേ. ഓ ഞാനെവിടെ പോനെ സാറേ? ആ കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലം. ആരാത്? ആ രമേശ? ചേച്ചി എന്തായി? ഇപ്പൊ അങ്ങേര് പുറത്തോട്ട് പോയതേ ഉള്ളൂ. നീ വെക്ക്. ചേച്ചി ഒരാഴ്ചത്തെ കേസല്ലേ ഉള്ളൂ. ഞാൻ മറക്കാരി മണി ഒന്നോട് വിളിച്ച് ഓർമ്മിപ്പിച്ചതാ. ആ ചെക്കൻ ഇപ്പൊ എഴുന്നേക്കും. നീ സമാധാനപ്പെട്. ഞാൻ വിളിക്കാം നിന്നെ. ഇപ്പൊ ഇങ്ങോട്ട് വരും. ബഹളം ആയി കഴിഞ്ഞാൽ പ്രശ്നമാ. നീ വെക്ക്, ഞാൻ വിളിക്കാം. എന്താ മോനെ, വെള്ളം വേണോ? എന്താ മോനെ ഇത്? വിട് വിട് മോനെ, വിട് മോനെ. മോന്റെ കൈ മാറ്റ്. എന്താ മോനെ ഇത്? മോന് വെള്ളം വേണോ? ഈശോപ്പ് ശിക്ഷിക്കും കേട്ടോ. മോന് വെള്ളം വേണോ? ബാ, ഞാൻ വെള്ളം എടുത്തു തരാം. ബാ നമുക്ക് അവിടെ പോയിരിക്കാം. വെള്ളം തരാം. ബാ. ഈശോപ്പേ തല്ലു തരും കേട്ടോ. ഇവിടെ ഇരിക്കും. ഞാനേ മോന് ചായ എടുത്തു തരാം കേട്ടോ.
ഹലോ ചേട്ടാ, ചേച്ചി, ചേട്ടാ, ചേച്ചി, ചേട്ടാ, ചേച്ചി, ഇവിടെ ആരും ഇല്ലേ? ചേച്ചി, ചേട്ടാ, ഇവിടെ ആരും ഇല്ലേ? ചേട്ടാ, ഇവിടെ വേറെ ആരും ഇല്ലേ? ചേച്ചി, ചേട്ടാ, ഞാനിവിടെ കുറച്ച് പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി വന്നതാണേ. ചേച്ചി, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ചേച്ചി, ചേച്ചി, ഇവിടെ വേറെ ആരും ഇല്ലേ? ഈ കുന്തറാണ്ടോ അങ്ങോട്ട്. നിന്റെ അമ്മയായി വിളിച്ചോണ്ടിരിക്കുന്നത്. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇവൾ എടുക്കുന്ന പോലും ഇല്ല. ഈ കുന്തറാണ്ടോ അങ്ങോട്ട്. അവിടെ ഒരു കൂട്ടുകാരത്തിയുണ്ട്, ഞാൻ നോക്കട്ടെ, അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ ഹലോ അമ്മേ. ആ മോളെ. ആ പറയമ്മേ. മോൾ അവിടെ എത്തിയോ? ഇല്ലല്ലോ അമ്മേ, സാധാരണ നേരത്തെ എത്തുന്നതാ. ഇല്ലെന്നോ? ആ എത്തിയിട്ടില്ല. പിന്നെ അവൾ എവിടെ പോയി? ഞാൻ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. ആണോ? ആ എങ്കിൽ ഞാനൊന്ന് വിളിച്ചോക്കട്ടെ അമ്മേ. ആ ശരി മോളെ. ആ ഓക്കെ. എടുക്കുന്നില്ലല്ലോ. നമ്മൾ രണ്ടുപേരും ചെയ്യില്ല. നീ ഇതൊരാഴ്ചക്കുള്ളിൽ എടുത്തു തരണേ. എന്റെ പൊന്നേച്ചി, ഒരാഴ്ചത്തെ കേസിലുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളണ്ടല്ലായിരുന്നു. അങ്ങേരെങ്ങാനും പോയി നോക്കി. പേടിക്കണ്ട, ഒരാഴ്ചത്തെ കേസിലുള്ളൂ. ഞാൻ ചേച്ചി പേടിക്കണ്ടേ. ശരി, ഞാൻ ഏറ്റു. ഞാൻ പോയിട്ട് വരാം.
ഹലോ. ആ ഹലോ. ആ ആ മുത്തൂറ്റ് ഫിനാൻസിന് രാജു എസ് ഐ ഇല്ലേ അവിടെ? അതെ, പുള്ളി കുറച്ച് തിരക്കില്ല. അതാ നീ കാര്യം പറ. അത് പിന്നെ സാറേ, അതെ ഒരുത്തന് ഇവിടെ മുക്കുവണ്ട പണയം വെക്കാൻ വന്നിട്ടുണ്ട്. മുക്കുവണ്ടോ? ആ എടേ, അവന്റെ ID കാർഡ് വല്ലതും ഉണ്ടോ? ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സാറ് പെട്ടെന്നൊന്ന് വരാണെങ്കിൽ നമുക്ക് അവനെ മുക്കുവണ്ടത്തോടുകൂടി പോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, അവൻ നയത്തിൽ അവിടെ ഇരുത്തിയേക്ക്, ഞങ്ങൾ ഇപ്പൊ എത്താം. സാറ് പിന്നെ വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കി വരണ്ട, അവൻ ചിലപ്പോൾ മുങ്ങിക്കളയും. നമുക്ക് ഇപ്പോ അവനെ പൂട്ടാം. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ, ഒരു കള്ളം പിടിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ കേട്ടോ. ആ കുഴപ്പമില്ല സാർ, ഓക്കെ ഓക്കെ വന്നാൽ മതി. ഞങ്ങൾ അലറൊക്കെ വരാം. പിന്നെ നീ വെച്ചോ കേട്ടോ, ഞങ്ങൾ പെട്ടെന്ന് വരാം. ആ ഓക്കെ. അത് മുക്ക് വേണ്ട. നിനക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. അമ്മ അവളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ചിലപ്പോൾ ജെസിൻ്റെ കൂടെ എന്തെങ്കിലും കാണും. അറിയില്ല, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ശരി, ഓക്കെ അമ്മേ. ഹലോ. പറയടി. ജെസിനെ. എടാ, അവളുണ്ടോ കൂടെ? എൻ്റെ കൂടെ ഇല്ല. ഞാൻ വർക്ക് കഴിഞ്ഞ റൂമിൽ എത്തിയതുള്ളൂ. ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നു, കിട്ടുന്നില്ല. എന്നെ ഇന്ന് വിളിച്ചിട്ടില്ല. വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നീ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയോ? അമ്മയാകെ ടെൻഷനില്ല, എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. നീ അവളെ വിളിച്ച് കിട്ടുകയാണെങ്കിൽ അവളെ അമ്മയെന്ന് വിളിക്കാൻ പറ കേട്ടോ. ശരി, ഓക്കെ ഡി, ഞാൻ പറയാട്ടോ. നീ കിടന്നു. ഓക്കെ ദെൻ ബൈ. ശരി. ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. അതിൽ കൂടുതൽ എന്തിനും വേണമെങ്കിലേ നിന്റെ വീട്ടിൽ പോയി നിന്നോളാം. നീ ഞാൻ പറയുന്ന അനുസരിക്കുന്നത് നിനക്ക് നല്ലത്. ഞാൻ പറയുന്നത് അനുസരിക്കണമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ കൊല്ലാൻ ഞാൻ പഠിക്കില്ല.
ജീവനാണ്. എനിക്കും ജീവിച്ചേ പറ്റൂ. ഇന്നത്തെ സംഭവം എനിക്ക് സമ്മാനിച്ചത് ഒരു ആത്മവിശ്വാസമാണ്. മരണത്തിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് ജീവിച്ചേ മതിയാകും.